ആത്മീയ അധികാരം എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ ശ്രവിക്കുന്നത്. ഇതിൽ 4 ശക്തമായ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിലൊന്ന് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും, അതിൽ വെളിപ്പെട്ടിരിക്കുന്ന അധികാരവും, കുടുംബത്തിനകത്ത് കർത്താവ് വച്ചിരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിലും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലും വച്ചിരിക്കുന്ന അധികാരവും, മൂന്നാമതായി ആത്മീയ മണ്ഡലത്തിൽ ദൈവം വച്ചിരിക്കുന്ന അധികാരം, 4 ഭൗതിക നിയമങ്ങളെ നാം അനുസരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ തരത്തിലുള്ള അധികാരങ്ങൾ, ഈ 4 വിഷയത്തെക്കുറിച്ചും ദൈവവചനത്തിനകത്തു നിന്നുള്ള പഠനങ്ങളായിരിക്കും നിങ്ങൾ ശ്രവിക്കുന്നത്. ഈ ഭാഗങ്ങൾ നിങ്ങൾ ശ്രവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആത്മീയ അധികാരം വർദ്ധിക്കുകയും ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകുകയും ചെയ്യും. മറ്റൊരു ജീവികൾക്കും ഇല്ലാത്ത തരത്തിലുള്ള വിവിധ ഗുണങ്ങളോടുകൂടെയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരവും അതിശയകരവുമായ സൃഷ്ടി മനുഷ്യൻ്റെ സൃഷ്ടി തന്നെയാണ്. സങ്കീർത്തനങ്ങൾ 139 അധ്യായം 14 വാക്യം പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. 3 സമാന്തരമുള്ള പദങ്ങളാണെങ്കിലും അതിൽ വളരെ ശക്തമേറിയ ആത്മീയ മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 43 അധ്യായം 7 വാക്യം പറയുന്നു, എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 26 വാക്യത്തിൽ ഉണ്ടാക്കിയെന്നും, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 27 വാക്യത്തിൽ സൃഷ്ടിച്ചു എന്നും, ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 7 വാക്യത്തിൽ നിർമ്മിച്ചു എന്നും എഴുതിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുകയും വാഴുവാൻ അധികാരം നൽകുകയും ചെയ്തു. ദൈവം നൽകിയ അധികാരത്താൽ മനുഷ്യൻ സർവ്വത്തെയും അടക്കി ഭരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. മനുഷ്യൻ്റെ അനുസരണക്കേടും പാപത്തിൻ്റെ കടന്നുകയറ്റവും ലഭിക്കപ്പെട്ട അധികാരത്തെ നഷ്ടമാക്കി. മാത്രമല്ല, ഈ അധികാരം സാത്താനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ പിശാച് യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് യേശുവിന് കാണിച്ചു കൊടുത്തു. പിശാച് യേശുവിനോട്, ഇവയുടെ എല്ലാം സകല അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം, അത് എൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഈ അധികാരവും മഹത്വവും അവനെ ആരാധിച്ചാൽ തരാമെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് പിശാചിലായിത്തീർന്ന അധികാരത്തെ തിരിച്ചെടുക്കുവാൻ കാൽവരി യാഗമെന്ന പിതാവിൻ്റെ മുൻപാകെയുള്ള ആരാധനയായിരുന്നു മറുപടി. യേശു കർത്താവിൻ്റെ കാൽവരി യാഗം എന്ന ശക്തമായ മറുപടിയിലൂടെ പിശാചിൻ്റെ മേലായിത്തീർന്ന അധികാരം യേശു കർത്താവ് തൻ്റെ മക്കൾക്ക് തിരികെ നൽകി. എഫെസ്യ ലേഖനം 1 അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാ ഭരണത്തിനും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ യുഗത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട എല്ലാ നാമത്തിനും മീതെ സ്വർഗത്തിൽ യേശുവിനെ ഇരുത്തുകയും ചെയ്തു. തന്നെയുമല്ല, അവിടുന്ന് സകലവും ക്രിസ്തുവിൻ്റെ കാൽ കീഴാക്കിയിട്ട് അദ്ദേഹത്തെ എല്ലാറ്റിൻ്റെയും ശിരസ്സായിരിക്കാൻ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. യേശു കർത്താവിൻ്റെ കാൽവരി യാഗം അധികാരത്തിൻ്റെ കൈമാറ്റം തന്നെയായിരുന്നു. ഇന്ന് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും വചനത്തിൻ്റെ അനുസരണത്താലും അധികാരത്തെ നൽകുന്നു. ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പുറത്തുപോയ മനുഷ്യനെ യേശു ക്രിസ്തുവിലൂടെ കൃപയ്ക്ക് അകത്തു കൊണ്ടുവന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരേപോലെ അല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ദൈവവും മനുഷ്യനുമായ ബന്ധം ഇന്നും ഇന്നലെയും അല്ല ആരംഭിച്ചത്. ഉൽപ്പത്തിയിൽ വച്ചു തന്നെ അത് സംഭവിച്ചു തുടങ്ങിയതാണ്.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ദൈവവുമായി ഈ ബന്ധം ആദിമ മനുഷ്യന് അനുഗ്രഹവും അതിന് പുറത്ത് അവൻ പോയപ്പോൾ അത് അവന് ശാപവുമായി തീർന്നു. ഒരു വ്യക്തി ദൈവിക അധികാരത്തെ മനസ്സിലാക്കുകയും അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അത് അവന് ഉയർച്ചയിലേക്കുള്ള ഒരു പാതയായി തീരും. യേശുവിനെ രക്ഷാവും കർത്താവുമായി ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുകയും അതിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുകയും ചെയ്യുന്നു. അധികാരത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുമ്പോൾ അതിലുള്ള അനുഗ്രഹവും സുരക്ഷിതവും ശക്തിയും അവകാശവും ലഭിക്കപ്പെടും. മത്തായി സുവിശേഷം 8-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശതാധിപൻ ഞാനും അധികാരത്തിനു കീഴിലുള്ള മനുഷ്യനാകുന്നു. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ശതാധിപൻ തൻ്റെ ഈ ലോകത്തിലെ അധികാരത്തെക്കുറിച്ച് പറയുന്നു: ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, അതുകൊണ്ട് എൻ്റെ കീഴിൽ ദാസന്മാരെ ലഭിച്ചു. ശതാധിപൻ പറയുന്നത് ദാസന്മാർ കേൾക്കുന്നു, അത് പൂർണ്ണമായി അനുസരിക്കുന്നു. ശതാധിപന് മുകളിൽ ഉള്ള അധികാരത്തിന് ആ ശതാധിപൻ പൂർണ്ണമായി കീഴടങ്ങി അതിനെ അനുസരിച്ചതുകൊണ്ട് അവന് കീഴിൽ അനേക വ്യക്തികൾ ലഭിക്കുവാനിടയാകി. 2 തീമോഥെയോസ് 2-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ഒരു വ്യക്തി താൻ സൈന്യത്തിൽ ചേരുമ്പോൾ മരണത്തിനു മുമ്പിലും മേലുദ്യോഗസ്ഥന്റെ ഓർഡർ അനുസരിക്കുമെന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. അത്രയധികം കീഴടങ്ങൽ ആവശ്യമാണ്. ഇത് ലോകത്തിൻ്റെ നിയമമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ നിയമം എത്ര വലുതായിരിക്കും. യേശു ആ മാതൃക നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. യേശു കർത്താവിന് തൻ്റെ ജീവിതത്തിൽ താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉന്നതമായ അധികാരവും ശക്തിയും ലഭിച്ചത് ആ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. തന്നെ അയച്ച പിതാവിൻ്റെ മുമ്പിൽ താൻ തന്നെത്താനെ സർവത്തെയും കീഴ്പ്പെട്ടവനായി, സർവത്തെയും അനുസരിക്കുന്നവനായി, പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ താൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ ശക്തമായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അധികാരത്തിൽ നിലനിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യണമെങ്കിൽ യേശു നമ്മുടെ മുമ്പിൽ കാണിച്ച മാതൃക തന്നെ ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കണം. താണിരിക്കുക, ദാസനായിരിക്കുക, ദൈവം ശക്തമായി ഉയർത്താൻ തുടങ്ങും. ഇതിൽ ഒന്നാമതായി മത്തായി സുവിശേഷം 20-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിൽ ഇങ്ങനെ അതിൽ എഴുതിയിരിക്കുന്നു: യേശുവോ അവരെ അടുക്കൽ വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. മത്തായി സുവിശേഷം 23-ാം അധ്യായം 11, 12 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ശക്തമായ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഉയർച്ച അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ വളർച്ച വരണമെങ്കിൽ താഴ്ന്നിരിക്കേണ്ട ആവശ്യമുണ്ട് എന്നും അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തിയേറിയ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമെന്നും താൻ പഠിപ്പിച്ചു. ദൈവവചനത്തോടുള്ള വിധേയത്വവും അനുസരണവും അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ നയിക്കും. മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച. ഒന്നാമൻ ആകണമെങ്കിൽ മറ്റു വ്യക്തികളുടെ ദാസൻ
ആയിരിക്കണം അതിൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യണം. യേശു തൻ്റെ ജീവിതത്തിൽ ദാസരൂപത്തിലായിരുന്നു വെളിപ്പെട്ടത്. യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ പ്രധാനമായ മറ്റൊരു ഭാഗം മരണത്തോളം പിതാവിൻ്റെ മുമ്പേ അനുസരണമുള്ളവനായിരുന്നു. യേശുവിൽ വെളിപ്പെട്ട ശക്തിയും അധികാരവും പിതാവിനോടുള്ള പൂർണ്ണമായ അനുസരണത്തിൽ തന്നെ ആയിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 5:19 പറയുന്നു. പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. പൂർണ്ണമായ വിധേയത്വവും അനുസരണവുമായി യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ മാതൃകാ പുരുഷനായി നിൽക്കുന്നു. അത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ഈ തരത്തിലുള്ള അനുസരണവും കീഴടങ്ങലും ഒരു ദൈവ പൈതലിന് ആവശ്യമാണ്. നാം യേശുവിനെ കർത്താവും രക്ഷകവുമായി ഏറ്റെടുത്ത നാളിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കർത്തൃത്വവും അവൻ കൈക്കലാക്കിയിരിക്കുകയാണ്. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ ഇങ്ങനെ പറയുന്നു, കുറിയോസ്. അതിൻ്റെ ആഴത്തിലുള്ള ഒരു അർത്ഥം സുപ്രീം ഇൻ അതോറിറ്റി, പരമോന്നതമായ അധികാരത്തിൽപ്പെടുന്ന വ്യക്തി, നിയന്ത്രിക്കുന്നവൻ, അടയ്ക്കുന്നവൻ, ഗുരുനാഥൻ, തലവൻ, നേതാവ്, നായകൻ, യജമാനൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ അവിടെ വളരെ മൂലപദ അർത്ഥമായി പറഞ്ഞിരിക്കുന്നു. കർത്താവെ ഏറ്റെടുത്താൽ മാത്രം പോരാ, അത് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രതിഫലിപ്പിക്കപ്പെടാൻ തക്കവണ്ണം നാം യേശുവിന് കീഴ്പ്പെട്ടിരിക്കണം. പരിപൂർണമായ കീഴടങ്ങൽ എല്ലാ തലത്തിലും ഉണ്ടായിരിക്കണം. യാക്കോബിൻ്റെ പുസ്തകം 4:7 പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബിൻ്റെ പുസ്തകം 4 തന്നെ 10 പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ യേശു നിങ്ങളെ ഉയർത്തും. എല്ലാവരും പിശാചിനെ എതിർക്കുകയും അതിനെ ശാസിക്കുകയും ഫത്സിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വിടുതൽ വരുന്നില്ല. കാരണം ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം അവർ വിട്ടുകളയുന്നു. ദൈവത്തിന് കീഴടങ്ങുക, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുക. ഒരു വ്യക്തി എത്രയധികം ദൈവസന്നിധിയിൽ താഴുന്നുവോ, ദൈവത്തിന് കീഴടങ്ങുന്നുവോ, വചനത്തിന് കീഴടങ്ങുന്നുവോ, അത്രയധികം പിശാചിൻ്റെ മേൽ അവൻ അധികാരവും അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ ശക്തീകരിക്കും. ഒരു വ്യക്തി എത്രയധികം ശാസിച്ചാലും ഉപവസിച്ചിട്ടും പിശാച് വിട്ടുപോകുന്നില്ല എങ്കിൽ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ എവിടെയൊക്കെ ഇനി താഴുവാനുണ്ടോ അത് കണ്ടുപിടിച്ച് തന്നെത്താൻ താഴ്ത്തുന്നുവെങ്കിൽ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടായിരിക്കും. പിശാചിനെ എതിർക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ദൈവം മുമ്പാകെയുള്ള കീഴടങ്ങൽ ഒരു ദൈവ പൈതലിന് ആവശ്യമാണ്. അതേപോലെ തന്നെ ദൈവത്തിന് കീഴടങ്ങുക എന്ന പദത്തിൻ്റെ മറ്റൊരു മർമ്മം ദൈവവചനത്തിന് കീഴടങ്ങണം. എഴുതപ്പെട്ട ദൈവവചനത്തിനു മുൻപിലും നാം കീഴടങ്ങി അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തു വ്യാപരിക്കപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയും ദൈവിക അധികാരവും ദൈവിക മഹത്വവും അതനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ഇറങ്ങി വന്നിരിക്കും. യോഹന്നാൻ സുവിശേഷം 14:23 പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ അനുസരിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് വാസം ചെയ്യും. എഴുതപ്പെട്ട ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വാളാണ്, ദൈവത്തിൻ്റെ വചനം തീയാണ്, ദൈവത്തിൻ്റെ വചനം ചുറ്റികയാണ്. ദൈവവചനം ആയുധമായി ദൈവവചനത്തിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുകയാണ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോദ്ധാവിന് ജയം പ്രാപിക്കണമെങ്കിൽ ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധത്തേക്കാൾ ശക്തിയേറിയ ആയുധം ആവശ്യമാണ്. വചനമെന്ന ആയുധം ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുകയും അത് ശത്രുവിന് നേരെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ തകർക്കപ്പെടുകയും ദൈവരാജ്യവും സഭയും മനോഹരമായി തീരുകയും ചെയ്യും. യേശു കർത്താവിന് പിശാചിൻ്റെ പരീക്ഷയിൽ നിന്നും ജയം പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവായി ദൈവം വചനമെന്ന ആയുധമാണ് നൽകിയത്. സഭാപ്രസംഗി 8:5 പറയുന്നു, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ദൈവവചനം അനുസരിക്കുന്നതിലൂടെ ദോഷങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കും, അനുഗ്രഹം ഉയർച്ചയും അതിൻ്റെ കൂടെ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ദൈവിക വചനത്തോടുള്ള കീഴടങ്ങൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തികളെ കീഴടങ്ങുവാൻ തക്കവണ്ണം നിങ്ങളെ അത് ശക്തീകരിക്കും. നിങ്ങൾ ദൈവിക അധികാരത്തിന് കീഴടങ്ങുമ്പോൾ നിങ്ങളുടെ മുമ്പിലും യേശു കീഴടക്കിയ
ശക്തികൾ വിറയ്ക്കുവാനും കീഴടങ്ങുവാനും തുടങ്ങും. യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ദൈവ ഏകനെന്നും നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യേശുവിനെ പിശാച് ഭയക്കുന്നു, വിറയ്ക്കുന്നു. ഇതേ അനുഭവം യേശു ഉള്ളിലുള്ള വ്യക്തിയുടെ ജീവിതത്തിലും വ്യക്തമായി അത് വെളിപ്പെട്ടിരിക്കും. യേശു കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളായിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ അതിൻ്റെ സാന്നിധ്യം, ആ മഹത്വം, യേശുവിൽ വെളിപ്പെട്ട പിശാചിനെ തകർത്ത ആ ശക്തി, കൃപ നിങ്ങളുടെ സറൗണ്ടിങ്ങിനകത്ത് വ്യാപരിക്കപ്പെട്ടിരിക്കും. യേശു ഇല്ലാത്ത വ്യക്തികളെയും പിശാചിന് തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദുഷ്ടാത്മാവ് അവരോട്, യേശുവിനെ എനിക്കറിയാം, പൗലൂസിനെ എനിക്കറിയാം, എന്നാൽ നിങ്ങൾ ആര്? യേശു ഉള്ളിലുള്ള പൗലൂസിനെ പിശാചിനെ അറിയാം, പക്ഷേ പുരോഹിതന്റെ മക്കളെ പിശാച് ഭയക്കുന്നില്ല, അനുസരിക്കുന്നില്ല. വിലയ്ക്ക് വസ്തു മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്നത് പോലെ ദൈവത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുത്താൽ വലിയ പ്രവൃത്തികൾ ദൈവം നിങ്ങളിലൂടെ ചെയ്തെടുക്കും. ചില വ്യക്തികൾ റെന്റിന് കൊടുക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അതിലൂടെ വലിയ പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. ഒരു സമ്പൂർണമായ കീഴടങ്ങൽ, സമ്പൂർണമായ വിധേയത്വം, സമ്പൂർണമായ ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള അനുസരണം നിങ്ങളെ ശക്തമായ അധികാരത്തിലേക്കും ശക്തമായ ഉയർച്ചയിലേക്കും ശക്തമായ ദൈവപ്രവൃത്തിയിലേക്കും അത് നയിക്കുന്നതായിരിക്കും. പൂർണ്ണമായ കീഴടങ്ങൽ മനുഷ്യ ദേഹിക്ക് അല്ലെങ്കിൽ സോളിന് ആവശ്യമാണ്. ഒരു സോളിനകത്ത് മൈൻഡ്, വിൽ, ഇമോഷൻ, ഈ 3 തലങ്ങളുണ്ട്. ഈ 3 തലങ്ങളും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പിലും പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് നിവർത്തിക്കുന്നത്. ആത്മാവായി ദൈവം നമ്മെ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മുടെ ഇച്ഛാശക്തി കീഴടങ്ങിയിരിക്കണം. തീരുമാനങ്ങൾ പൂർണ്ണമായും ദൈവഹിതപ്രകാരമായി തീരണം. അപ്പോൾ സ്വയം വെളിപ്പെടാതെ ദൈവപ്രവൃത്തി സമ്പൂർണമായി നമ്മളിലൂടെ വെളിപ്പെടും. ഒരു ദൈവ പൈതലിന് ദൈവഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ മാനിച്ച് അനുസരണത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അർത്ഥമുള്ളതായി തീരും, അത് അനുഗ്രഹപ്രദമായി തീരും. 1 ദിനവൃത്താന്തം 21-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ദാവീദ് ഇസ്രായേൽ മക്കളെ എണ്ണുവാൻ തക്കവണ്ണം പിശാചിനാൽ തെറ്റായ തീരുമാനം എടുത്തതിലൂടെ വലിയ അളവിൽ ദൈവകോപം വെളിപ്പെടുകയും അനേകരുടെ മരണത്തിന് അതിടയാക്കുകയും ചെയ്തു. തീരുമാനം മാത്രമല്ല, മനസ്സും ദൈവം മുമ്പാകെ പൂർണ്ണമായി വിധേയപ്പെട്ടിരിക്കണം. കീഴടങ്ങിയ ഒരു മനസ്സിനു മാത്രമേ നല്ല രീതിയിൽ ദൈവഹൃദയത്തെ തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, എന്നാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ഇന്നതൊന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. ദൈവവചനം തൻ്റെ മക്കളോട് പറയുന്നു, പൂർണ്ണമായ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനസാന്തരം മാത്രം പോരാ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ക്രിസ്തുവിൻ്റെ മനസ്സായി തീരണം. മനസ്സ് ക്രിസ്തുവിലേക്ക് പൂർണ്ണമായി തിരിയപ്പെടണം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വാക്യത്തിലും പറയുന്നു, ആന്തരിക മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നർമാൻ എത്രയധികമായി പുതുക്കം പ്രാപിക്കുവോ അത്രയധികമായി ദൈവഹിതത്തെ തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും യേശുവിനെ സന്തോഷിപ്പിക്കുവാനും കഴിയും. ഏലിയാവ് ഇടിഞ്ഞുകിടന്ന ഇസ്രായേൽ ഗൃഹത്തിൻ്റെ യാഗപീഠത്തെ പുതുക്കിപ്പണിഞ്ഞ് യാഗവസ്തുവിനെ അർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അതിനെ ദഹിപ്പിച്ച് ദൈവത്തിൻ്റെ പ്രസാദത്തെ അവിടെ വെളിപ്പെടുത്തി. മാനസിക മണ്ഡലത്തെ പുതുക്കി പണിഞ്ഞ് കർത്താവിൻ്റെ മനസ്സ് പോലെ ആക്കി രൂപാന്തരപ്പെടുത്തി അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും വെളിപ്പെടുത്തി ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ നിങ്ങൾക്ക് വാഴുവാനും നിങ്ങൾക്ക് ശക്തമായ അധികാരം നടത്തുവാനും കഴിയും. പിശാചിൻ്റെ തന്ത്രം ആത്മീയരായ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി ലോകത്തിൻ്റെ അടിമയാക്കി തീർത്തു, അല്ലെങ്കിൽ ഭൗതികരാക്കി തീർക്കുക. ദിനംതോറും മനസ്സ് പുതുക്കപ്പെടുകയും ദുർമനസാക്ഷി നീങ്ങുമാറ് യേശുവിൻ രക്തം ഹൃദയത്തിൽ തളിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക്
പ്രവേശിക്കപ്പെടുകയും ശക്തരായി തീരുകയും പിശാചന് നിങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ, പ്രവൃത്തി ചെയ്യുവാൻ ഇടയില്ലാതെ വണ്ണം അവൻ എത്തപ്പെടാത്തൊരു മണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. ഒരു കൊക്കൂണിനകത്തിരിക്കുന്ന പുഴു രൂപാന്തരം പ്രാപിച്ച് മനോഹരമായ ചിത്രശലമായി തീരുന്നത് പോലെ നിങ്ങളുടെ മാനസിക മണ്ഡലം യേശുവിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും യേശുവിൻ്റെ രക്തത്താലും കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നിങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സുഗന്ധം മറ്റു വ്യക്തികൾ അറിയുന്ന രീതിയിലേക്ക് വ്യാപരിക്കപ്പെടും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവം ഒരു ദൈവവൈതലിൻ്റെ മനസ്സിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവമായി നല്ല ഏകാഗ്ര ബന്ധവും നിർമ്മലതയും ഉണ്ടായിരിക്കണമെന്നത്രേ. പിശാചിൻ്റെ പദ്ധതി ആദിമ സമയം മുതൽ വ്യക്തികളുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്തി അവൻ്റെ ജീവിതത്തെ അശുദ്ധി കൊണ്ട് നിറയ്ക്കുക എന്നതായിരുന്നു. ദൈവിക ബന്ധത്തിൽ നിന്നും നമ്മെ അകറ്റി ഒരു മായക്കാഴ്ച കാണുന്നത് പോലെ ആക്കി തീർക്കുക എന്നത് പിശാചിൻ്റെ അന്ത്യകാല പ്രവൃത്തിയുടെ ശക്തമായ തന്ത്രം തന്നെയാണ്. ഇന്നും പല വ്യക്തികളും പ്രാർത്ഥനാ സമയത്ത് ഏകാഗ്രതയോ ജീവിതത്തിൽ നിർമ്മലതയോ ഇല്ലാതെ വണ്ണം കുറ്റബോധത്തിലും നിരാശയിലും ഭാരത്തിലും ജീവിതത്തെ തള്ളിക്കൊണ്ടുപോകുന്നു. നിർമ്മലതയുള്ള ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ ബൈബിൾ പറയുന്നു, ലോകമാലിന്യം ഏൽക്കാതെ സ്വയം കാത്തുകൊള്ളുന്നതത്രേ ആ നിർമ്മലത എന്ന വാക്കിൻ്റെ അർത്ഥം. പൂർണ്ണമായി ദൈവത്തിന് കീഴടങ്ങാത്ത മനസ്സിന് ഏകാഗ്രതയും നിർമ്മലതയും കൈവരിക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തിയുടെ മാനസിക തലത്തിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ചിന്തകളിലൂടെയും വിവിധ തന്ത്രങ്ങളിലൂടെയും ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് അവൻ്റെ പ്രവൃത്തികളെ അവൻ എഴുതുവിടുന്നു. യേശു ശുശ്രൂഷയ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിച്ചു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു: ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് പിടിച്ചടക്കണം. മനസ്സിനകത്തേക്ക് കടന്നു വരുന്ന വിചാരങ്ങൾ, ചിന്തകൾ, അത് പൈശാചികമാണോ എന്നോ ദൈവികമാണോ എന്നോ നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ബൈബിൾ നമ്മോട് വ്യക്തമായി ഉപദേശിക്കുന്നു, വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ യേശു ക്രിസ്തുവിനോടുള്ള അനുസരണം വെളിപ്പെടുത്തേണ്ടതിനായി നാം അതിനെ പിടിച്ച് അടയ്ക്കണം. മനസ്സിൽ പിശാച് എഴുതിവിടുന്ന അമ്പുകളായ വചനവിരുദ്ധ ചിന്തകൾ, ജഡീക ചിന്തകൾ, വ്യർത്ഥ ചിന്തകൾ, ഇവയെല്ലാം നാം യേശുവിനെ അനുസരിക്കുന്ന വ്യക്തി എന്നു കാണിക്കുവാൻ തക്കവണ്ണം അവയെ പിടിച്ചടക്കി ഒരു കൂട്ടിൽ ഒരു പക്ഷിയെ അടച്ചിരിക്കുന്നത് പോലെ, ഒരു കുറ്റവാളിയെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നത് പോലെ അവയെ അടച്ചിരിക്കണമെന്ന് ബൈബിൾ നമ്മോട് വ്യക്തമായി ഉപദേശിക്കുന്നു. കർത്താവിനോടുള്ള അനുസരണം ഈ ചിന്തയുടെ തലത്തിലും നാം കീഴ്പ്പെട്ടിരിക്കണമെന്ന് തന്നെയാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ മണിക്കൂറിൽ 10,000 ചിന്തകൾ കടന്നു വരുമെന്ന് സയൻസ് പറയുന്നു. അതിൽ പലതും പ്രയോജനകരമല്ലാത്ത ചിന്തകൾ, ആത്മീയ വർധന വരുത്താത്ത ചിന്തകൾ, ദുഷ്ടചിന്തകൾ, ദുഷ്ചിന്തകൾ. ഈ ചിന്തകളെല്ലാം യേശു ക്രിസ്തുവിനോടുള്ള അനുസരണം മൂലം നാം കീഴടക്കി നാം അതിൽ ജയം പ്രാപിച്ച് ഒരു സമയത്ത് ആ വിധത്തിലുള്ള ചിന്തകൾ വരാതെ വേണം ആത്മമണ്ഡലത്തെ ഒരുക്കിയെടുക്കുവാൻ ഈ തരത്തിലുള്ള അനുസരണത്തിന് നിങ്ങൾക്ക് സാധിക്കും. അപ്രകാരം തന്നെ ബൈബിൾ വീണ്ടും പറയുന്നു, നമ്മുടെ വികാരങ്ങളും ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കണം. സ്നേഹം, സന്തോഷം, ലൈംഗികത എല്ലാം തന്നെ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുകയും അവയാൽ കർത്താവിനെ സന്തോഷിപ്പിച്ച് ദൈവപ്രസാദം നേടുകയും വേണം. യോസേഫ് തൻ്റെ ജീവിതത്തിൽ എല്ലാ വിചാരങ്ങളെയും ജയിച്ചവനായി ദൈവത്തോടുള്ള അനുസരണത്തിൽ താൻ നടന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ കൂടെ ഇരിക്കുകയും അവൻ വളരെ ഉന്നതികളിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വികാരത്തെ അല്ലെങ്കിൽ ലൈംഗികതയെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ ദൈവപ്രസാദം നമ്മളിലേക്ക് വരണമെന്നും അവിടെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്.
മോശയും യോശുവയും ഏലിയാവും എലീശയും പൗലൂസും പത്രോസും ദൈവം മുൻപാകെ കീഴടങ്ങിയത് മൂലം വലിയ വീര്യപ്രവൃത്തികളെ ദൈവം അവരിലൂടെ വെളിപ്പെടുത്തി. കടലിനെയും നദിയെയും വിഭജിക്കുകയും ശരീരത്തിൽ കിടന്ന വസ്ത്രം കൊണ്ട് വീര്യപ്രവൃത്തികളെ ചെയ്തെടുക്കുവാനും നിഴൽ തട്ടിപ്പോലും വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുവാനും ഇടവന്നു. നിങ്ങൾ ദൈവത്തിനു മുമ്പിൽ പൂർണ്ണമായും കീഴടങ്ങുമ്പോൾ സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും മലകളും നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ തുടങ്ങും. ദൈവവും നാമുമായി നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തിയത് നമുക്കൊരു സ്വർഗീയ പിതാവ് ഉണ്ട് എന്ന് തന്നെയായിരുന്നു. പഴയ അറ്റുപോയ ആ ബന്ധത്തിലേക്ക് യേശു കർത്താവ് നമ്മെ കൊണ്ടുവന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. യേശു തൻ്റെ സ്വർഗാരോഹണത്തിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുവാൻ നൽകിയ ശക്തിയേറിയ ദൂതായിരുന്നു അപ്പനും മകനുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് വേണമെന്ന്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിലൂടെ ശക്തിയേറിയ ഒരു വെളിപ്പാട് ദൈവം തൻ്റെ ജനത്തിനു മുമ്പിൽ അറിയിച്ചു. ഞാൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ എന്നെ ബഹുമാനിക്കണം, പിതാവെന്ന രീതിയിൽ നിങ്ങൾ എന്നോട് ഇടപെടണം. അപ്പൻ മക്കളെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യത്തിലും 8-ാം അധ്യായം 5-ാം വാക്യത്തിലും യിരെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിലും സംഖ്യാപുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യത്തിലും 2 ശമൂവേൽ 7-ാം അധ്യായം 14-ാം വാക്യത്തിലും മലാഖി 1-ാം അധ്യായം 6-ാം വാക്യത്തിലും അപ്പനും മകനുമായിട്ടുള്ള ആ ബന്ധം സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ യേശുവിൻ്റെ ആത്മാവിനെ ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. പിതാവും മകനും ആയിട്ടുള്ള സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. മുടിയനായ പുത്രന് സുബോധമുണ്ടായപ്പോൾ അപ്പനെ തിരിച്ചറിഞ്ഞു. അപ്പനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. ഈ പിതാവും മകനുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കടന്നു വരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടായിരിക്കും. ലഭിക്കപ്പെടാത്ത സ്നേഹവും ലഭിക്കപ്പെടാത്ത അംഗീകാരവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പനും മകനുമായ ബന്ധത്തിൽ വരുമ്പോൾ ഒരു പിതാവ് തരുന്നതിനേക്കാൾ അധികമായ സ്നേഹം തരുവാൻ, ഒരു മാതാവ് തരുന്നതിൽ അധികമായ സ്നേഹം തരുവാൻ, ഒരു സുഹൃത്ത് തരുന്നതിൽ അധികമായ സ്നേഹം തരുവാൻ, ഒരു സഹോദരനോ സഹോദരിയോ തരാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ അടുത്ത നിലവാരത്തിൽ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. അപ്പനും അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ചേർത്തുകൊള്ളുന്ന ദൈവമെന്ന് അവൻ വെളിപ്പെടുത്തി. അവകാശവും അധികാരവും അനുഗ്രഹവും ഈ പദവിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. മക്കൾക്കാണ് അവകാശം. അതിനായി തന്നെയാണ് പുത്രത്വം എന്ന ഭാഗ്യ പദവിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം തന്നെ അയക്കുകയും ചെയ്തു. ഈ നിമിഷം തന്നെ ആ ഭാഗ്യപദവിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. കർത്താവുമായിട്ടുള്ള വലിയ ബന്ധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അന്ത്യനാളിൽ അവൻ നമ്മോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഒരു കൂട്ടം ശുശ്രൂഷകർ കടന്നു ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കന്യകമാരുടെ ആ ഉപമയിലും യേശു വ്യക്തമായി പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യേശുവും നാമുമായി അറിയുന്ന ഒരു വലിയ ബന്ധത്തിലേക്ക് നിത്യപിതാവെന്ന് യേശുവിനെ കുറിച്ച് യെശയ്യാവ് വെളിപ്പെടുത്തിയപ്പോൾ ആ ബന്ധത്തിലേക്ക് നാം ചെല്ലുവാൻ ഈ ശബ്ദം കേൾക്കുന്ന സമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങളെ ആ ബന്ധത്തിന് വരുത്തി വയ്ക്കുവാൻ കഴിയും. അടുത്തതായി ശുശ്രൂഷയിലും ജീവിതത്തിലും ഉയർച്ചയും വളർച്ചയും വരണമെങ്കിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്
ചെറിയ കാര്യങ്ങളിലും നാം വിശ്വസ്തരായിരിക്കണം. അധികാരം വർദ്ധിക്കണമെങ്കിൽ ലഭിച്ച അധികാരത്തിലും ശുശ്രൂഷയിലും നാം വിശ്വസ്തത പുലർത്തണം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, യേശു അവനോട്, നന്നു നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്നും പറഞ്ഞു. ഈ ഭാഗത്ത് 2 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1 അത്യല്പവും, 2 വിശ്വസ്തതയും. ചെറിയ കാര്യങ്ങൾ നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം വലുതിലേക്ക് കൊണ്ടുപോകും. അത്യല്പം എന്ന വാക്കിൻ്റെ അർത്ഥം നിസ്സാരം, ചെറുത്, വളരെ വലിപ്പം കുറഞ്ഞത്. ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്രധാനമായ കാര്യങ്ങളിലും സാരമല്ലാത്ത കാര്യങ്ങളിലും കുറച്ചായിരിക്കുന്ന കാര്യങ്ങളിലും ദൈവം തന്നതിൽ വിശ്വസ്തത പുലർത്തുന്നുവെങ്കിൽ ഒരു വലിയ വിസ്തൃതി നിങ്ങളുടെ മുമ്പിൽ യജമാനൻ തുറന്നു തരും. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഏതു ചെറിയ കാര്യത്തിലും വിശ്വസ്തരാണെങ്കിൽ യജമാന് അത് സന്തോഷം വരുത്തി വയ്ക്കുകയും അധികമായുള്ള അധികാരം തന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. യിരെമ്യാവിൻ്റെ പുസ്തകം 48-10 വാക്യം പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവജനം പറയുന്നത് ഉദാസീനതയോടുകൂടെ ദൈവപ്രവൃത്തി അനുഗ്രഹമോ വളർച്ചയോ അല്ല തരുന്നത്, അത് ശാപത്തെയാണ് തരുന്നത്. ഇന്ന് അനേകർക്ക് വളർച്ചയും ഉയർച്ചയും ലഭിക്കാത്തത് ദൈവം തന്നിട്ടുള്ള, ദൈവം ദാനമായി വ്യക്തിയുടെ ജീവിതങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വിശ്വസ്തത പുലർത്താതെ അതിനെ അലസമാക്കി കളഞ്ഞ്, അതിനെ നിസ്സാരമാക്കി കളഞ്ഞ് വലുതിനു വേണ്ടി ചോദിച്ച് കടന്നു പോകുന്നത് തന്നെയാണ്. 2 തീമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയേയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഒരു കമ്പനി തങ്ങളുടെ പ്രോഡക്റ്റ് വിശ്വസ്തയോട് വിൽക്കുന്ന പ്രതിനിധിയുടെ കയ്യിൽ കൂടുതൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ തന്നിട്ടുള്ള ചെറിയ കാര്യങ്ങളിലും വിശ്വസ്ത പുലർത്തുന്നുവെങ്കിൽ അവൻ അധികാരത്തിൻ്റെയും കൃപയുടെയും വലിയ വലിപ്പം നമ്മെ കയ്യിൽ ഒരു സമയത്ത് അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കും. സങ്കീർത്തനം 85-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നീതി എന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, യേശു നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. സ്വർഗത്തിൽ നിന്ന് യേശു കർത്താവ് നോക്കിയാണ് ഈ ഭൂമിയിൽ ആരാ വിശ്വസ്തരായിരിക്കുന്നത്, ചെറിയ കാര്യങ്ങളിൽ ആരാ വിശ്വസ്തരായിരിക്കുന്നത്, അവർക്ക് അധികമായി ഏൽപ്പിക്കുവാൻ തക്കവണ്ണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, അധികമായി ലഭിക്കണമെങ്കിൽ ഇതുവരെ ദൈവം തന്നിട്ടുള്ള ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കുക. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തൻ ആകുന്നു. യേശു കർത്താവിനെ കുറിച്ചും വളരെ വ്യക്തമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോശ ദൈവിക ഗൃഹത്തിൽ വിശ്വസ്തത ദൈവമുമ്പാകെ തെളിയിച്ചു, സാക്ഷ്യം പ്രാപിച്ചു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം പൗലോസ് ഇങ്ങനെ അവിടെ ആത്മാവിൽ വെളിപ്പെടുത്തുന്നു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. ഗൃഹവിചാരകൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിചാരിപ്പുകാരൻ, കാര്യസ്ഥൻ, പരിചാരകൻ. ദൈവം നമ്മെ ദൈവിക ശുശ്രൂഷയുടെ മുഖത്ത് ഗൃഹവിചാരകനാക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ മഹത്വം അത് ഏറ്റവും വലുത് തന്നെയാണ്. പക്ഷെ ദൈവം അന്വേഷിക്കുന്നതോ നാം എത്രത്തോളം വിശ്വസ്തത അവൻ്റെ മുമ്പിൽ തെളിയിക്കുന്നു. പണത്തിനു വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയോ നാം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ദൈവം നമ്മോട് കൂടെ വസിക്കത്തില്ല, ദൈവം നമ്മോട് കൂടെ ഇടപെടത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവിക കാര്യങ്ങളിലെല്ലാം സമ്പൂർണമായ വിധേയത്വവും കീഴടങ്ങലും നല്ല ബന്ധവും വിശ്വസ്തതയും തന്നെയാണ്. ദൈവം ഒരു ശുശ്രൂഷ തന്ന് നിങ്ങളെ
ഏത് സ്ഥലത്ത് ആക്കി വച്ചിരിക്കുന്നു അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിലും ദാനിയേൽ വിശ്വസ്തനായിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആത്മാവിൻ്റെ 9 ഫലങ്ങളിൽ ഒന്നതത്രേ വിശ്വസ്തത. അത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഇടവരുത്തണമെന്ന് ദൈവം പറയുന്നു. 1 തീമോഥെയോസിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിലും എനിക്ക് ശക്തി നൽകിയ യേശുക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലൂസിനെ ദൈവം ശുശ്രൂഷയ്ക്ക് ആക്കിയത് നീണ്ട നാളിലുള്ള ഉപവാസം കണ്ടല്ല, ബൈബിൾ കോളേജിലെ നീണ്ട ഡിഗ്രി കണ്ടിട്ടല്ല, പൗലൂസിന്റെ പാരമ്പര്യം കണ്ടിട്ടല്ല. അവൻ ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് അത്രേ അവനെ ദൈവം അധികമായിട്ടുള്ള വെളിപ്പാടിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി അവനെ യഥാസ്ഥാനപ്പെടുത്തി വലിയ ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം, സഭകളെ പിടിച്ചുകൊലുക്കുവാൻ, ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ശക്തിയേറിയ ദൂതുകൾ എഴുതുവാൻ ശക്തി നൽകിയത്. ബൈബിൾ കോളേജിലുള്ള ഡിഗ്രി മനുഷ്യന് മുമ്പിൽ പ്രദർശിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പിശാചിന് മുമ്പിൽ അത് പ്രയോജനരഹിതം തന്നെയാണ്. ഇന്ന് നീണ്ട ഡിഗ്രിയും നീണ്ട ഉപവാസവും അനേകർക്കുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ വിശ്വസ്തരായില്ല എങ്കിൽ പിന്തള്ളപ്പെടും. ദൈവം വിശ്വസ്തരെയാണ് ദൈവം നോക്കുന്നത്. സങ്കീർത്തനം 12-ാം അധ്യായം 1-ാം വാക്യം, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ പറയുന്നു. അവിശ്വസ്തയെ തള്ളിക്കളഞ്ഞ് ദൈവിക കാര്യങ്ങളിലും ദൈവം തന്നതിലും വിശ്വസ്തത കാണിക്കുക. ദൈവം നിങ്ങളെ ഉയർത്തും. നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കർത്താവിന് മഹത്വം കരയേറ്റണം. യേശു കർത്താവ് സ്വന്തം മഹത്വം എടുക്കാതെ എല്ലാ പുകഴ്ചയും മഹത്വവും പിതാവിന് നൽകി. നാം സ്വർഗീയ പിതാവിനെ ബഹുമാനിക്കുന്നു എങ്കിൽ, മഹത്വവും ആരാധനയും നൽകുന്നു എങ്കിൽ, നാം സ്വയം തകർച്ചയിലേക്കോ നിഗളത്തിലേക്കോ പോകാതെ ഉയർച്ച തന്നെ നാം പ്രാപിക്കും. ഒരു സമയത്ത് കർത്താവിന് മഹത്വം കൊടുക്കാതെ ഹെരോദ രാജാവ് താൻ പ്രസംഗിച്ചപ്പോൾ തൻ്റെ ജീവിതത്തെ വിട്ടുകളയുവാൻ തക്കവണ്ണം ദൂതൻ ഇറങ്ങി വന്ന് അവനെ അടിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 21 മുതൽ 23 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രേ എന്നും ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ഇതൊരു ദൃഷ്ടാന്തം തന്നെയാണ്. ആരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യൻ കർത്താവ് മാത്രം. ദൈവം നമ്മളിലൂടെ ചെയ്യുന്നതിൻ്റെ പൂർണ്ണ മഹത്വവും പൂർണ്ണമായ ആരാധനയും കർത്താവിൻ്റെ നാമത്തിന് അവകാശപ്പെട്ടതാണ്. അത് നാം കവർന്നെടുക്കുവാൻ പാടില്ല. അധികാരം വർദ്ധിക്കണമെങ്കിൽ ഈ തത്വം നാം പാലിച്ചേ മതിയാകത്തുള്ളൂ. ഈ ഒരു ഭാഗത്ത് നാം കേട്ടത് ഒരിക്കൽ കൂടെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക. ഒന്നാമതായി ദൈവത്തിന് കീഴ്പ്പെടണം. രണ്ടാമതായി ദൈവവചനത്തിന് കീഴ്പ്പെടണം. ഒരു ദൈവവൈതൻ്റെ മനസ്സ് ദൈവത്തിനും ദൈവവചനത്തിനും കീഴ്പ്പെടണം. ഒരു ദൈവവൈതൻ്റെ വികാരം ദൈവത്തിനും ദൈവവചനത്തിനും കീഴ്പ്പെടണം. ഒരു ദൈവവൈതൻ്റെ ഇച്ഛാശക്തി ദൈവത്തിനും ദൈവവചനത്തിനും കീഴ്പ്പെടണം. അടുത്ത് ദൈവമായിട്ടുള്ള റിലേഷൻ, ഒരു അപ്പനും മകനുമായിട്ടുള്ള റിലേഷൻ. അടുത്ത് ദൈവം തന്ന ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തത കാണിക്കുക. അടുത്ത് ദൈവം നമ്മളിലൂടെ ചെയ്ത എല്ലാ പ്രവൃത്തിക്കും സമ്പൂർണമായ മഹത്വം അല്പം പോലും നാം ഏറ്റെടുക്കാതെ ദൈവത്തിന് കൈമാറുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വചനപ്രകാരം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ, തിരുത്തുന്നുവെങ്കിൽ, അതിന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഇരട്ടി ശക്തിയോടുകൂടെ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ സാധിക്കും. എത്രയധികമായി ദൈവത്തിന് ഇണങ്ങുന്ന ഒരു മാനപാത്രമായി നിങ്ങൾ തീരുന്നുവോ, അത്രയധികമായി ദൈവത്തിന് നിങ്ങളുടെ വെളിപ്പെടുവാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ കരത്തിലിരിക്കുന്ന ഉപകരണം കൊണ്ട് അവൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് പോലെ ദൈവിക കരങ്ങൾക്ക് ഇണങ്ങുന്ന, അവൻ പൂർണ്ണമായി അവൻ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു വ്യക്തിയായി
നിങ്ങൾ കീഴടങ്ങുന്നുവോ അത്രയധികമായി ഈ ദൈവരാജ്യ പദ്ധതിക്കു വേണ്ടി ദൈവാത്മാവിനാൽ നിങ്ങളെ ശക്തീകരിക്കുകയും ശക്തമായി ദൈവം നിങ്ങളെ ഉയർത്തുകയും ചെയ്യും. അടുത്തതായി, കുടുംബജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന അധികാരം, അതിൻ്റെ കീഴടങ്ങലും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആത്മാവിനാൽ പൗലൂസ് ഒരു ഡിവൈൻ ഓർഡർ വെളിപ്പെടുത്തുന്നു. പുരുഷന്റെ അധികാരി ക്രിസ്തു എന്നും സ്ത്രീയുടെ അധികാരി പുരുഷൻ എന്നും വചനത്തിൽ രേഖപ്പെടുത്തുന്നു. തല എന്ന പദത്തിൻ്റെ അർത്ഥം അധികാരം, അധികാരി. ദൈവത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നാം അതിനകത്ത് നിൽക്കേണ്ടതാണ്. കുടുംബങ്ങളുടെ തകർച്ചയും നാശവും മാറണമെങ്കിൽ ദൈവവ്യവസ്ഥയുടെ അകത്തു വരണം. ഇന്ന് അനേക കുടുംബങ്ങൾ ജീവിതത്തിൽ കഷ്ടതയും ഭാരവും പ്രതികൂലങ്ങളും ദാരിദ്ര്യവും എല്ലാം കൊണ്ട് ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പല വ്യക്തികളുടെയും അവസ്ഥകൾ വളരെ കഷ്ടമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നത്, ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥകൾ മാറണമെങ്കിൽ ദൈവവ്യവസ്ഥയ്ക്കകത്ത് വരണം. തല ആയിരിക്കേണ്ട വ്യക്തി ഇന്ന് വാലായിത്തീരുന്നു. അവിടെ ശാപം ശക്തിയോടുകൂടെ പ്രവർത്തിക്കുകയും അനുഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന തത്വം, അനുസരിച്ചാൽ അനുഗ്രഹവും ഇല്ലെങ്കിൽ ശാപവും. കുടുംബത്തിനകത്ത് ദൈവം വച്ചിട്ടുള്ള അധികാരി സ്ത്രീയല്ല, പുരുഷനാണ്. കുടുംബം തന്നെ സ്വർഗത്തിലെ ചെറിയ പതിപ്പും ദൈവകൃപയെ വെളിപ്പെടുത്തുന്ന ഇടവുമായി മാറണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലൂസ് വെളിപ്പെടുത്തുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ദൈവം സകലത്തിൻ്റെയും ഉറവിടവും ദാതാവും ദൃഷ്ടാന്തവുമായി നമ്മുടെ മുമ്പിൽ അദൃശ്യനായി വെളിപ്പെടുന്നു. എന്താണ് ദൈവം കുടുംബത്തിൽ വച്ചിട്ടുള്ള വ്യവസ്ഥകൾ? അത് നമുക്ക് നോക്കാം. ആദ്യമായി, കുടുംബത്തെ ഭരിക്കാൻ ഒരു സ്ത്രീയെ അല്ല ദൈവം നൽകിയത്, പുരുഷനെയാണ്. അതുകൊണ്ടത്രേ ഭർത്താവെന്ന് പേർ വന്നത്. അതിൻ്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്ന അർത്ഥത്തോടുകൂടെ തന്നെയാണ് വെളിപ്പെട്ടത്. ഭാര്യ എന്നാൽ ആ ഭർത്താവിൻ്റെ ഭരണത്തിന് കീഴ്പ്പെട്ടവൾ. അത് ദൈവിക വ്യവസ്ഥ. ഇത് തിരിയുമ്പോൾ അല്ലെങ്കിൽ അത് മാറുമ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടയപ്പെടുന്നു, നാശങ്ങൾ ഉണ്ടാകുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതില്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടത്രേ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് ദൈവിക വ്യവസ്ഥയിലെ മർമ്മമാണ്. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമായി ദൈവം അവനെ കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നു, അവനെ സമൂഹത്തിൽ നിർത്തിയിരിക്കുന്നു. പുരുഷന്മാർ അങ്ങനെ ആയിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. എന്നാൽ സ്ത്രീയോ പുരുഷന്റെ തേജസ്സാണ്. അതുകൊണ്ട് പുരുഷന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവം സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ പുരുഷന് വേണ്ടിയാണ് സ്ത്രീയെ ദൈവം നിർമ്മിച്ചത്. പുരുഷനിൽ നിന്നാണല്ലോ സ്ത്രീ ഉളവായത്. ദൈവം തൻ്റെ സ്വഭാവത്തെ, തൻ്റെ ഗുണത്തെ വെളിപ്പെടുത്തുവാൻ പുരുഷനെയാണ് ആദ്യം സൃഷ്ടിച്ചത്, വാഴുവാനുള്ള അധികാരത്തോടെ. ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 18-ാം വാക്യം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. ദൈവം പുരുഷനെ ഭരിക്കാൻ ഭാര്യയെ ഉണ്ടാക്കി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, തുണയെ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പുരുഷന്റെ കൂടെ നടക്കാനും ഇരിക്കാനും സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുവാനും തമ്മിൽ ആത്മീയ വർധന വരുത്തുവാനും എല്ലാ കാര്യങ്ങളിലും താങ്ങുവാനും ഒരു തുണയെയാണ് കർത്താവ് നൽകിയത്. 1 തീമോഥെയോസിന്റെ പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ, സ്ത്രീ ശാന്തമായിരുന്നു പൂർണ്ണ അനുസരണത്തോടെ പഠിക്കട്ടെ, ശാന്തമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് ആത്മാവിൽ പൗലൂസ് വെളിപ്പെടുത്തി. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പലതും മനസ്സിൽ ഓടിയെത്തും. പൗലൂസ് വിവാഹം കഴിച്ചിട്ടില്ല എന്നും സ്ത്രീ വിരോധിയെന്നും പൗലൂസിന്റെ കാഴ്ചപ്പാടെന്നും ഒക്കെ ഇതിന് തോന്നാം. ഈ പറഞ്ഞതിന് പൗലൂസ് നൽകുന്ന അടിസ്ഥാനം ഉൽപ്പത്തിയിൽ നിന്നാണ്.
സ്ത്രീയെ അല്ല ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, പുരുഷനെയാണ്. പുരുഷന് വേണ്ടി പുരുഷനെ അല്ല ദൈവം കൊടുത്തത്, സ്ത്രീയെയാണ്. പുരുഷന്റെ മേൽ അധികാരം കർത്താവിനാണ്, സ്ത്രീക്കല്ല. ഈ വ്യവസ്ഥ അനുസരിച്ചാൽ അത് കുടുംബത്തിനകത്തൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. പുരുഷൻ കഴിവില്ലാത്തവനാണെങ്കിലും ആ വ്യക്തിയെ ഭരിക്കുവാനോ അവൻ്റെ മേലധികാരം നടത്തുവാനോ ഭാര്യയ്ക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ പുരുഷൻ ദൈവത്തിന് കീഴടങ്ങി കുടുംബത്തെ നല്ലവണ്ണം പോറ്റി പുലർത്തുവാനും ഭരിക്കുവാനും കഴിയുന്നവനായിരിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ ഇങ്ങനെ ആത്മാവിൽ എഴുതിയിരിക്കുന്നു: ഭാര്യമാരെ ഭർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവും ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഇവിടെയും ആവർത്തിച്ച് ആത്മാവ് പൗലൂസിലൂടെ പറയുന്നത് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. കീഴടങ്ങുക എന്ന പദത്തിൻ്റെ അർത്ഥം താഴ്ന്നിരിക്കുക, അനുസരിക്കുക, അനുസരണത്തിനായി കീഴ്പ്പെട്ടിരിക്കുക, സമർപ്പിക്കുക. പത്രോസിൻ്റെ ലേഖനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു: ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിപ്പിൻ. അവരിൽ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം ഒരു വാക്കും പറയാതെ തന്നെ താങ്കളുടെ ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് അവരെ നേടുവാൻ കഴിയും. 2 വചനഭാഗങ്ങളിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴടങ്ങിയിരിക്കണം. കാണുന്ന സ്വന്തം ഭർത്താവിന് കീഴടങ്ങാത്ത ഭാര്യ കാണാത്ത ദൈവത്തിന് മുമ്പിൽ എങ്ങനെ കീഴടങ്ങിയിരിക്കുവാൻ കഴിയും? ക്രിസ്തുവിൻ്റെ അധികാരത്തിന് മണവാട്ടിയായി സഭ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. സകലത്തിലും കീഴ്പ്പെടണം. ശരീരം മാത്രം പോരാ, മനസ്സും വികാരവും തീരുമാനങ്ങളും ജോലിയും ശമ്പളവും ബാങ്ക് ബാലൻസും എല്ലാം തന്നെ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ബൈബിളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു: ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വണ്ണം കീഴടങ്ങിയിരിപ്പിൻ. കർത്താവിന് ഉചിതമാകുന്ന രീതിയിൽ, കർത്താവിന് ചേരുന്ന രീതിയിൽ, കർത്താവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, വചനപ്രകാരം അല്ലെങ്കിൽ യേശുവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. എവിടെയെല്ലാം ഉയർച്ച ഉണ്ടോ അതെല്ലാം സഭമുമ്പിയാക്കി ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ ഉയർച്ചയും അനുഗ്രഹവും കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും അനേകർക്ക് മാതൃകയാകുന്ന ഒരു കുടുംബജീവിതവും നയിക്കുവാൻ കഴിയും. എത്രയധികം കീഴ്പ്പെടുന്നു അത്രയധികം കർത്താവ് സഹോദരിമാരെ അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിൽ ദൈവിക പ്രസാദം ലഭിക്കുകയും ദൈവിക അനുഭവം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. 1 പത്രോസ് 5-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അധികാരിയോട് അല്ലെങ്കിൽ അധികാരത്തോട് മറുത്തുനിന്ന് നാശം ഭവിക്കാതെ അതിന് കീഴ്പ്പെട്ടാൽ അനുഗ്രഹവും കൃപയും ഉണ്ടാകും. താഴ്മയും കീഴടങ്ങലും ഉയർച്ചയുടെ ലക്ഷണമാണ്. നികളവും മറുതലിപ്പും നാശത്തിൻ്റെ ലക്ഷണവും. നികളമെന്ന് പറയുമ്പോൾ പ്രൗഡ്, ഹൃദയത്തിനകത്ത് പ്രൗഡ് എത്രയധികമായി ഉയർന്നു വരുന്നു അത്രയധികം തകർച്ചയും നാശവും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു: ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു, മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ദൈവം ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്ന അധികാരങ്ങൾ ദൈവവ്യവസ്ഥയുടെ ഭാഗമാണ്. ഏതെങ്കിലും അധികാരം ഈ ഭൂമിയിൽ വെളിപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ കർത്താവാണ്. അധികാരത്തോട് മറുതലിക്കുന്നവർ ആ അധികാരത്തോടല്ല മറുതലിക്കുന്നത്, അത് സ്ഥാപിച്ച ദൈവത്തോട് തന്നെയാണ്. അവർക്ക് ലഭിക്കുന്നത് ശിക്ഷാവിധിയാണെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറുതലിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ചെറുത്തു നിൽക്കുക, വഴങ്ങാതിരിക്കുക, പ്രതിഷേധിക്കുക, തടുക്കുക, നേരിടുക, എതിർക്കുക. ഇവ പ്രവർത്തിക്കുന്നവർക്ക്
ശിക്ഷാവധി ഉണ്ടാകുമെന്ന് പറയുന്നു. ശിക്ഷാവധി എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ ദണ്ഡനം, തെറ്റെന്ന് വിധിക്കുക, നിന്ദിക്കൽ, നരകയാതന, നരകശിക്ഷ, തീർപ്പ്, കോടതി വിധി. ഇവയാണ് അതിൻ്റെ മൂലപദ അർത്ഥങ്ങൾ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ അനേക മർമ്മങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെല്ലാം നമ്മോട് പറയുന്ന അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. കുടുംബത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അധികാരങ്ങൾ വ്യക്തമായി വചനത്തിനകത്തുനിന്ന് മനസ്സിലാക്കി കീഴ്പ്പെട്ടിരുന്നാൽ അത് കുഞ്ഞുങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും അവരുടെ ജീവിതങ്ങളിലേക്കും ആ മാതൃക അവർ പിൻപറ്റി അവരുടെ ജീവിതവും ഐശ്വര്യവും അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും ദൈവപ്രസാദവും ദൈവിക സന്തോഷവും ആരാധനയും കൊണ്ട് നിറയപ്പെട്ടിരിക്കും. മാതാപിതാക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ് കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പഠിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ദൈവം പറഞ്ഞിട്ടുള്ളത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. മക്കളോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഇത് കേട്ടത്. ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നതുവരെയും അവരുടെ അധികാരി പിതാവും മാതാവും ആകുന്നു. പിതാവ് ജീവിച്ചിരിക്കുന്നെങ്കിൽ ആ വ്യക്തി ആയിരിക്കും അധികാരി, പിന്നെ മാതാവും. വചനം പറയുന്നു കർത്താവിൽ അവരെ അനുസരിക്കണം. അത് വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോമിസ് ദൈവം തന്നിട്ടുണ്ട്. അപ്പനെയും അമ്മയും അനുസരിക്കുന്നതിൻ്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ. 1, ഈ ഭൂമിയിൽ നിനക്ക് നന്മയുണ്ടാകും. 2, ദീർഘായുസ്സുണ്ടാകും. നന്മയും ദീർഘായുസ്സും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടണമെങ്കിൽ അപ്പനെയും അമ്മയും അനുസരിക്കുകയും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണം. അതിന് മാതൃക യേശു തന്നെയാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ, പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശു കർത്താവ് 30 വർഷം തൻ്റെ കുടുംബത്തോടൊപ്പം കീഴടങ്ങി പാർത്തു. നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. യേശുവിൻ്റെ കാൽവരി മരണം വരെയും യേശു നമുക്കൊരു മാതൃകാ പുരുഷനും, യേശുവിൻ്റെ കാൽവരി മരണം നമുക്ക് പകരക്കാരനുമായി ദൈവം യേശു കർത്താവിനെ നിയമിച്ചിരുന്നു. അതുകൊണ്ട് ദൈവകൃപയിൽ വളർന്നു വരുവാൻ യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ച അതേ മാതൃക തന്നെയായിരിക്കണം കുടുംബത്തിലെ ഓരോ മക്കളുടെയും മാതൃക. ദൈവം കുടുംബത്തിൽ വച്ചിട്ടുള്ള അധികാരത്തിന് അവർ കീഴടങ്ങുന്നുണ്ടോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇസഹാക്ക് മരണത്തിനു മുമ്പിലും അപ്പനായ അബ്രഹാമിനെ അനുസരിച്ചിരുന്നു. അതുമൂലം മലയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ വാഗ്ദാനങ്ങൾ വീണ്ടും ലഭിക്കുകയും ദൈവാനുഗ്രഹത്താൽ അവർ വളരെ സന്തോഷത്തോടുകൂടെ തങ്ങളായിരിക്കുന്ന ഇടത്തിലേക്ക് കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12, 13, 14 വാക്യങ്ങളിൽ നമുക്കത് ശ്രദ്ധയോടുകൂടെ കാണുവാൻ സാധിക്കും. ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ മഹാസമ്പന്നനായി മാറി. ഫെലിസ്ത്യർക്ക് അസൂയ തോന്നും വിധം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസ്ഹാക്കിൻ്റെ മേലുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാ ഇത്രയും അധികമായുള്ള ഒരു അനുഗ്രഹം ഇസ്ഹാക്കിന് ലഭിച്ചത്? സകലത്തിലും അപ്പനെ അനുസരിച്ചിരുന്ന ഒരു മകനായിരുന്നു ഇസ്ഹാക്ക്. അതുമൂലം ദൈവം അവനെ ശത്രുവിൻ്റെ ദേശത്തും അധികമായി ഉയർത്തുകയും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്തു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കും. വചനത്തിൻ്റെ അനുസരണം അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ നയിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക, അവരുടെ അധികാരത്തിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക. നിങ്ങളെ ഏറ്റവും ഉയർച്ചയിലേക്ക്, നിങ്ങളെ ഏറ്റവും വളർച്ചയിലേക്ക് ഒരിക്കലും വീണു പോകാതെ വേണം, ഒരിക്കലും തകർന്നു പോകാതെ വേണം ഒരു സുരക്ഷിതമായ പാതയിലൂടെ ദൈവം നിങ്ങളെ നടത്തും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിലും പിതാക്കന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. പഥ്യോപദേശം എന്ന് പറയുമ്പോൾ ശാസിക്കുക, താക്കീത് ചെയ്യുക, ഗുണദോഷിക്കുക, അറിവ് കൊടുക്കുക, ഉദ്ബോധിപ്പിക്കുക.
ബാലശിക്ഷ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബോധനം വരുത്തുക, ശിക്ഷണം കൊടുക്കുക, അഭ്യാസനം കൊടുക്കുക, പരിപാലിക്കുക, തിരുത്തുക. മർദ്ദനവും മാനസിക പീഡനമല്ല കർത്താവിൻ്റെ ബാലശിക്ഷ. ഒരു നിയമം നടപ്പാക്കുവാൻ അടിച്ചമർത്തലുകൾ ഉണ്ടാകുമ്പോൾ അത് സ്വീകരിക്കേണ്ട വ്യക്തികൾക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നെങ്കിൽ അത് വചനത്തിനു വെളിയിലാണ് ചെയ്യുന്നത്. ദൈവകൃപയാൽ കുട്ടികളെ അധികാരത്തിൽ കൊണ്ടുവരികയും അവരിൽ ദൈവഭയവും വിശുദ്ധിയും ദൈവിക സ്നേഹവും നിറയ്ക്കുകയും ചെയ്യണം. ഭയമെന്ന് പറയുമ്പോൾ സ്നേഹത്താൽ ഉള്ള ബഹുമാനം. മർക്കടമുഷ്ടിയോടെ ഭരിക്കുകയല്ല വേണ്ടത്, കർത്താവിൽ ഭരിക്കണം, ശിക്ഷിക്കണം, നടത്തണം, വളർത്തണം. കുട്ടികളെ വളർത്തുവാനും തളർത്തുവാനും മാതാപിതാക്കളെ കൊണ്ട് കഴിയും. ദൈവം ആഗ്രഹിക്കുന്നത് അവരെ വളർത്തണമെന്ന് തന്നെ. അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ ആണ് കുഞ്ഞുങ്ങളുടെ ഭാവി. ഭവനം മുഴുവനും ദൈവകൃപ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു രീതിയായി തീരണമെങ്കിൽ അവരുടെ ജീവിതങ്ങളിലെല്ലാം തെറ്റുകൾ തിരുത്തപ്പെടുകയും കർത്താവിൽ കീഴ്പ്പെടുകയും മാതാപിതാക്കളെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച നല്ലൊരു തലമുറ ഉണ്ടാകുകയും തന്നെ വേണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഭാര്യയെ മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. 28-ാം വാക്യവും പറയുന്നു, അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഭർത്താക്കന്മാരുടെ മുൻപിലും തൻ്റെ വ്യവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും ഇരിക്കുന്നുവെങ്കിൽ കുടുംബത്തിലും ജീവിതത്തിലും അനുഗ്രഹം നിറയപ്പെട്ടിരിക്കും. കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടായിരിക്കും. സ്വന്തം ശരീരത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതേപോലെ ഭാര്യയെ സ്നേഹിക്കണം. കാരണം ആ ശരീരത്തിൻ്റെ ഭാഗമാണ് ഭാര്യ. സ്നേഹത്തിൽ അധികാരത്തെ ഭവനത്തിൽ സ്ഥാപിക്കുക. സ്നേഹത്തിന് മുമ്പിൽ കീഴ്പ്പെടാത്തത് ഒന്നും തന്നെ ഇല്ല. പാപത്തിൻ്റെ ചേറ്റിലായിരുന്ന മനുഷ്യവർഗം യേശുവിൻ്റെ കാൽവരിയിലെ സ്നേഹയാഗത്താൽ ആകർഷിക്കപ്പെട്ട് ദൈവിക പ്രമാണത്തിന് കീഴ്പ്പെട്ടതുപോലെ നിങ്ങളുടെ സ്നേഹത്തിനു മുമ്പിൽ സർവ്വതും കീഴ്പ്പെടും. ഭീഷണിയും മർദ്ദനവും മാനസിക പീഡനവും കോപവും എല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നല്ല ഉളവാകുന്നത്, അത് പൈശാചികമായി ഉണ്ടാകുന്നതത്രേ. സ്നേഹത്തിൽ എല്ലാം ചെയ്യുവാൻ ശക്തി തരുന്നവനാണ് ദൈവം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സ്നേഹത്തിൽ ചെയ്യുവിൻ. നിങ്ങളുടെ ജീവിതം ഒരു എഴുതപ്പെട്ട പുസ്തകമാണ്. അതിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് പേജ് സ്നേഹമെന്നും ലാസ്റ്റ് പേജ് ആത്മനിയന്ത്രണമെന്നും ആയിരിക്കണം. അതിനകത്തുള്ള പേജുകളിൽ ആത്മാവിൻ്റെ ബാക്കി 6 ഫലങ്ങളും നിറയപ്പെട്ടിരിക്കണം. നിങ്ങളെ മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആത്മാവിൽ നിറയപ്പെടുകയും ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പുസ്തകമാക്കി തീർക്കുക. ആത്മഫലം എന്നതായിരിക്കണം പേജിൻ്റെ എല്ലാത്തിൻ്റെയും പേര്. പുസ്തകം വച്ചിരിക്കുന്ന സ്ഥാനം എങ്കിൽ നിത്യത തന്നെയായിരിക്കും. നിങ്ങളുടെ റെസ്റ്റ് യേശുവിൻ്റെ കൂടെ ആയിരിക്കും. ഇങ്ങനെയാണ് കുടുംബത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം വച്ചിരിക്കുന്ന ഡിവൈൻ ഓർഡർ. ഇത് നാം തെറ്റിക്കുവാൻ പാടില്ല. ദൈവവചനത്തിന് പുറത്തൊരു വ്യക്തി വരുമ്പോൾ, ദൈവ വ്യവസ്ഥയ്ക്ക് പുറത്തൊരു വ്യക്തി വരുമ്പോൾ പിശാച് അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ദൈവം വച്ചിട്ടുള്ള ആ അതിരുകൾ, ദൈവം വച്ചിട്ടുള്ള മതിലുകളെ ഒരിക്കലും നാം പൊളിക്കുവാൻ പാടില്ല. അതിനപ്പുറത്ത് പിശാച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തമായി നിൽപ്പുണ്ട്. വചനത്തെ തിരിച്ചറിയുക, ദൈവം വച്ചിരിക്കുന്ന കുടുംബത്തിനകത്തുള്ള അധികാരത്തെ തിരിച്ചറിയുക, അതിന് കീഴ്പ്പെട്ടിരിക്കുക. എല്ലാ അനുഗ്രഹങ്ങളാലും എല്ലാ കൃപകളാലും ആത്മീയ ശക്തിയാലും നിറയപ്പെട്ട ഒരു കുടുംബവും കുടുംബത്തിനകത്ത് ഒരു സഭയും ഉളവാകാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ശക്തീകരിക്കും. അടുത്തതായിട്ട് ദൈവം വച്ചിട്ടുള്ള ആത്മീയ നേതൃത്വത്തിന് നാം കീഴ്പ്പെട്ടിരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടു. ഓരോരുത്തരും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. തൻ്റെ കൃപയാൽ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം ഒരു ആത്മീയ നേതൃത്വത്തിലെ അധികാരത്തിന് കീഴിൽ നമ്മെ നിർത്തുന്നു. ഒരു പട്ടം വെറുതെ പറത്തിവിട്ടാൽ അത് എവിടെയെങ്കിലും പോയി തകർന്നു പോകും. അതിനെ നിയന്ത്രിക്കുവാൻ നൂല് ഉപയോഗിക്കുന്നു. ദൈവം നമ്മെ ആത്മീയമായി വളർത്തുവാൻ ആത്മീയ രക്ഷകർത്താക്കന്മാരെ കയ്യിൽ ഏൽപ്പിക്കുന്നു.
ഗലാത്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. ദൈവം ആ വ്യവസ്ഥയെ ഇതിലൂടെയും വെളിപ്പെടുത്തുന്നു. ദൈവം ആക്കി വച്ചിരിക്കുന്ന ആത്മീയ നേതൃത്വത്തിന് ഓരോ വ്യക്തിയും കീഴ്പ്പെട്ടവനായിരിക്കണം. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-18 വാക്യങ്ങൾ പറയുന്നു, നിങ്ങളെ നയിക്കുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. കണക്ക് ബോധിപ്പിക്കേണ്ടവരെന്ന നിലയ്ക്ക് അവർ നിങ്ങളുടെ ആത്മാക്കളെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നവരാണ്. അവരുടെ പ്രവർത്തനം ഒരു ഭാരമല്ല, സന്തോഷമായിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ അനുസരിപ്പിൻ. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് നന്മ വരുത്തുകയില്ല. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശയെ ദൈവം തെരഞ്ഞെടുത്തു നായകനായി നിയമിച്ചു. ഇസ്രായേൽ ജനം മോശയോട് മറുതലിച്ച് മുഴുവനായി നശിച്ചുപോയി. 40 ലക്ഷം പേർ മരുഭൂമിയിൽ നയിക്കപ്പെട്ടു. എങ്കിലും 2 പേർ മാത്രമാണ് കനാൻ ദേശത്തിലേക്ക് കടക്കുവാൻ ഇടവന്നത്. അതിനിടയിൽ തന്നെ മിരിയാം മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്ത് ദൈവകോപത്തിന് ഇരയായി തീർന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്നും പറഞ്ഞ് അത് യഹോവ കേട്ടു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. മിരിയാം കുഷ്ഠരോഗിണിയായി തീർന്നു. ദൈവിക നേതൃത്വത്തിനെതിരെ സംസാരിച്ച മൂലം കുഷ്ഠരോഗം പിടിക്കപ്പെട്ടു. ആത്മീയമായി നടത്തുന്നവരെ സന്തോഷത്തോടെ അവർ നിങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയാൽ അത് അനുഗ്രഹം തന്നെ. ഇല്ലെങ്കിൽ ബൈബിൾ പറയുന്നു അത് നിങ്ങൾക്ക് നല്ലതല്ല. ഇംഗ്ലീഷിൽ പറയുന്നു അൺപ്രോഫിറ്റബിൾ, ഫലമില്ലാതെ, വിജയമില്ലാതെ, ലാഭമില്ലാതായി തീരും. എലീശയുടെ വാക്ക് കേൾക്കാത്ത ഗേഹസി തൻ്റെ ജീവിതത്തിൽ നയമാനിൽ നിന്നും മാറിയ കുഷ്ഠം ബാധിക്കപ്പെട്ടവനായി തീർന്നു. ആത്മീയമായ നേതൃത്വത്തെ ധിക്കരിക്കുന്നതും അവരെ അനുസരിക്കാത്തതും അവർക്കെതിരെ സംസാരിക്കുന്നതിലൂടെയും ആത്മീയ വളർച്ചയും അനുഗ്രഹങ്ങളും തടയപ്പെടും. പൗലൂസിൻ്റെ കൂടെ ആയിരുന്ന തീമത്യോസിനെ പ്രത്യേക ദൗത്യത്തിനായി പൗലൂസ് അയക്കുകയും എലീശ യേഹൂവിനെ അഭിഷേകം ചെയ്യുവാൻ പ്രവാചക ശിഷ്യനെ അയക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ശുശ്രൂഷയുടെ അനുഭവങ്ങൾ പങ്കിടുവാനും അവർക്ക് കഴിഞ്ഞു. ആത്മീയ അധികാരത്തിന് കീഴ്പ്പെട്ടാൽ ഉയർച്ചയുണ്ട്, അവരെ അനുസരിച്ചാൽ വളർച്ചയുണ്ട്. നിങ്ങളെ ആത്മീയമായി നടത്തുന്നവർക്ക് കീഴ്പ്പെടുക മാത്രമല്ല, അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്യണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12-13 വാക്യങ്ങൾ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനപരമായിരിപ്പിൻ. സ്പിരിച്വൽ ലീഡർഷിപ്പിന് കീഴടങ്ങുന്നതിലൂടെയും അനുസരിക്കുന്നതിലൂടെയും അഭിഷേകത്തിൻ്റെയും ശുശ്രൂഷയുടെയും വലിയ പകർച്ച കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് വ്യാപരിക്കപ്പെടും. മാത്രമല്ല, എല്ലാ തലത്തിലും ഒരു സുരക്ഷിതത്വം വളർച്ചയും ഉണ്ടാകും. തെറ്റുകൾ തിരുത്തപ്പെടുവാനും നിങ്ങളെ നിയന്ത്രിക്കുവാനും ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. തിരുത്തപ്പെടുന്ന വ്യക്തിക്ക് വളർച്ച ഉണ്ടായിരിക്കും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, അധികം ഫലം കായ്ക്കുവാൻ ചെത്തി വെടിപ്പാക്കണം. ആന്തരിക ഫലം കായ്ക്കണമെങ്കിൽ തിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിന് ആത്മീയ ലീഡേഴ്സ് ദൈവം നമ്മുടെ മേൽ വച്ചിട്ടുണ്ട്. അതിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുക. ദൈവം നിങ്ങളുടെ മേൽ വച്ചിട്ടുള്ള എല്ലാ ആത്മീയ അധികാരങ്ങൾക്കും നിങ്ങൾ സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുക, അവരെ അനുസരിക്കുക, അവരെ സന്തോഷത്തോടുകൂടെ അവർക്ക് വേണ്ടി കരുതുക, അവരെ ബഹുമാനിക്കുക. ബൈബിൾ വീണ്ടും പറയുന്നു, വചനം പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയുടെയും ഓഹരി കൊടുക്കണം. നിങ്ങൾ അത് നൽകുന്നതിലൂടെ നിങ്ങളുടെ ആത്മീയവും ഭൗതികമായ നന്മകളും അനുഗ്രഹങ്ങളും അത് വളർന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നിക്ഷേപവും മാത്രമല്ല സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വലിയ നിക്ഷേപം ഉണ്ടാകുവാൻ തക്കവണ്ണം അത് ഇടവരുത്തും. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന ഭൗതിക അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ദാസന്മാരോട് എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിപ്പാനും അവരെ പ്രസാദിപ്പിക്കുവാനും അവരോട് മറുത്ത് സംസാരിക്കാതിരിപ്പാനും ഒന്നും വഞ്ചിച്ചെടുക്കാതിരിപ്പാനും ഉപദേശിക്കണം. ദൈവം ഈ ഭൂമിയിൽ വച്ചിരിക്കുന്ന 4-ാമത്തെ അധികാരം ഈ ലോകപ്രകാരമുള്ള യജമാനന്മാർക്ക്
കീഴടങ്ങിയിരിക്കണം. ജോലി ചെയ്യുന്ന സ്ഥലത്തും പഠിക്കുന്ന ഇടത്തും രാജ്യത്തിൻ്റെയും പോലീസിൻ്റെയും സർവ്വവിധമായ നിയമങ്ങൾക്കും ഒരു ദൈവ പൈതൽ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൽ നമ്മെ പഠിപ്പിക്കുന്നു. തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഭരണകർത്താക്കന്മാർക്കും അധികാരികൾക്കും കീഴ്പ്പെട്ടിരിപ്പാനും അവരെ അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ഓർമ്മപ്പെടുത്തുക. 1 പത്രോസ് 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ പറയുന്നു, സകല മാനുഷിക നിയമത്തിനും കർത്താവിൽ നിമിത്തവും കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ ഐക്യപ്പെട്ടവൻ എന്നും വച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ലോകപ്രകാരമുള്ള നിയമങ്ങളെ താൻ പാലിച്ചിരുന്നു. എന്നാൽ ദൈവിക നിയമങ്ങളെ വളച്ചൊടിച്ച പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നിയമങ്ങളെ താൻ തിരുത്തുകയും ചെയ്തു. മത്തായി സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വാക്യങ്ങളിൽ ടാക്സ് താൻ അടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായി സുവിശേഷം 17-ാം അധ്യായം 24, 25, 26, 27 വാക്യങ്ങളിൽ ദൈവാലയ നികുതി കൊടുക്കുന്നതും കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ കാൽവരി മരണം വരെ നമുക്ക് മാതൃക കാണിച്ചു തരികയും കാൽവരിയിൽ മരിച്ച് നമുക്ക് പകരക്കാരനാവുകയും ചെയ്ത ആ യേശുവിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, മാനുഷിക നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം. ദൈവരാജ്യത്തിന് അതിൻ്റേതായ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. അത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന വ്യക്തികൾ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. എല്ലാവരും ദൈവശക്തിയാൽ വലിയ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹവും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അനുസരിക്കേണ്ട എത്രയോ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നാം മറന്നു കളയുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരങ്ങൾക്ക് സമ്പൂർണമായി നാം കീഴ്പ്പെട്ടിരിക്കണം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ സഞ്ചരിക്കുമ്പോഴും ഒരു ദൈവ പൈതൽ അതിൻ്റേതായ നിയമങ്ങളെ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. ആ അനുസരണത്തിലൂടെ ദൈവികമായ കൃപയെ വെളിപ്പെടുത്തുവാൻ കഴിയും, ദൈവ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ കഴിയും. ദൈവം വച്ചിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെടുക. കീഴ്പ്പെടുമ്പോൾ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി തീരും. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ദൈവവ്യവസ്ഥ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നു. അതിൽ 1, ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കണം. 2, കുടുംബത്തിൻ്റെ ഭരണ അധിപന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭാര്യ ഭർത്താവിനും മക്കൾ മാതാപിതാക്കൾക്കും കീഴ്പ്പെട്ടിരിക്കണമെന്ന് അനുസരിക്കണമെന്നും ബൈബിൾ പറയുന്നു. 3-ാമത്തത് ആത്മീയ നേതൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കണം. 4-ാമത്തത് ഈ ഭൂമിയിലുള്ള യജമാനന്മാർക്കും അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടിരിക്കണം. കീഴ്പ്പെട്ടിരിക്കാൻ കഴിയണം. താഴ്മയും സൗമ്യതയും വെളിപ്പെടണം. അതിന് പ്രതിഫലമുണ്ട്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. നാം താഴ്മയും ദൈവത്തോടുമുള്ള ഭക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ പ്രതിഫലത്തെ കൊണ്ടുവരും. അത് ധനത്തെ കൊണ്ടുവരും, മാനത്തെ കൊണ്ടുവരും, ജീവനെയും ദീർഘായുസിനെയും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും. കാണപ്പെടുന്ന അധികാരത്തിന് കീഴ്പ്പെട്ടാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ അധികാരത്തിന് നിങ്ങൾക്ക് കീഴ്പ്പെടുവാനും നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കും. യേശു കർത്താവ് പിതാവിന് കീഴ്പ്പെട്ട് അനുസരിച്ചപ്പോൾ ഏറ്റവും അധികമായി ഉയർത്തി ആ നാമത്തിന് ഏറ്റവും ഉയർന്ന ശക്തിയും മഹത്വവും കൊടുത്തതുപോലെ നിങ്ങളും ആ പാത പിന്തുടരുന്നുവെങ്കിൽ നിശ്ചയമായും വളർച്ച പ്രാപിക്കും, തളർച്ച വരത്തില്ല. ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ താണിരുന്ന് ഉയർച്ച പ്രാപിക്കാം. നാം ഈ വചനങ്ങളിൽ കീഴ്പ്പെടാതെയും അനുസരിക്കാതെയും വർഷങ്ങൾ തള്ളി നീക്കി നല്ല സമയത്തെ കളയാതെ വചനമനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കാം. അധികാരത്തെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. നാം ദൈവം തന്നിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതിലൂടെ നാം ഉയർച്ച പ്രാപിക്കുവാൻ സാധിക്കും. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് നാം കീഴ്പ്പെടുമ്പോൾ നമ്മളിലേക്ക് അധികാരത്തിൻ്റെ ഒരു വലിയ പ്രവാഹം തന്നെ തുറക്കപ്പെടും. ഒരു പൈപ്പിൻ്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ അതിൽ നിന്നും ഒഴുകുന്ന ജലം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നത് പോലെ നിങ്ങൾ അധികാരത്തിന് കീഴ്പ്പെടുമ്പോൾ ശക്തിയേറിയ അധികാരം
നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക്, നിങ്ങളായിരിക്കുന്ന ആത്മതലത്തിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക് അത് വ്യാപരിക്കപ്പെട്ടിരിക്കും. അത് കുടുംബത്തിൽ നിന്ന് ദേശത്തിലേക്കും, ദേശത്തുനിന്ന് രാജ്യങ്ങളിലേക്കും, രാജ്യത്തുനിന്ന് ഭൂമിയുടെ അറുതി വരെയും വ്യാപരിക്കപ്പെട്ടിരിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങളെ, വലിയ ദൈവപ്രവൃത്തികളെ, വലിയ വിടുതലുകളെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഈ വചനം നിങ്ങളെ സഹായിക്കും. ആത്മാവും നിങ്ങളുടെ ശരീരവും ചിന്തകളും മനസ്സും വികാരവും എല്ലാം തന്നെ കർത്താവിൻ്റെ ഹിതത്തിനും കർത്താവിൻ്റെ ഇഷ്ടത്തിനും സമ്പൂർണമായി തീരുവാൻ തക്കവണ്ണം കീഴ്പ്പെടണം. എത്രത്തോളം കീഴ്പ്പെടുന്നുവോ അത്രത്തോളം വളർച്ചയും അനുഗ്രഹം ഉണ്ടായിരിക്കും. എത്രത്തോളം കർത്താവിൻ്റെ കൂടെ നടക്കുന്നുവോ, എത്രത്തോളം വചനത്തിൻ്റെ കൂടെ നിങ്ങളായിരിക്കുന്നുവോ അത്രത്തോളം ദൈവശക്തി നിങ്ങളുടെ ശുശ്രൂഷയിലും കുടുംബത്തിനകത്തും വ്യാപരിക്കപ്പെട്ടിരിക്കും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ആത്മതലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഈ സമയം തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിമേറിയ രീതിയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരുമിച്ച് കണ്ണുകളെ അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ വെളിപ്പാട് ഇപ്പോൾ തന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിലേക്ക് കല്ലിൽ കൊത്തിയ അക്ഷരം പോലെ പതിയപ്പെടുവാനും അതിനെ അനുസരിക്കുവാനും കൃപ നൽകപ്പെടുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഭാവമായ അനുസരണവും കീഴ്പ്പെടലും, ക്രിസ്തുവിൻ്റെ മനസ്സായ സൗമ്യതയും താഴ്മയും ഇപ്പോൾ തന്നെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിനാൽ നിറയ്ക്കപ്പെടുമാറാകണമെന്ന് പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കുടുംബങ്ങൾ ദൈവവ്യവസ്ഥയ്ക്കകത്ത് കടന്നു വരുവാനും ആത്മശക്തിയും ദൈവവചനത്തിൻ്റെ വെളിപ്പാടും അനുഭവിക്കുവാനും ഹൃദയങ്ങൾ ഇപ്പോൾ തന്നെ ആ തരത്തിൽ ഒരുക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ നിമിഷം തന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുമേലും പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തി ഇറങ്ങി വന്ന് കീഴ്പ്പെടാത്ത മണ്ഡലങ്ങൾ കീഴ്പ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതിനെതിരെ വ്യാപരിക്കപ്പെടുന്ന എല്ലാ ദുഷ്ടശക്തികളും, എതിരെ വ്യാപരിക്കപ്പെടുന്ന എല്ലാവിധമായ വീണുപോയ ആത്മമണ്ഡലത്തിലെ ശക്തികളും വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. റിമാന ഹത്തുന റിഗദന ഹസ്തപ്രൗഢ മനഹസ്ത നാരിഖാമ ബബബ ലാതുനിയ സ്തനേ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെടട്ടെ, ദൈവവചനത്തിൻ്റെ കൃപയ്ക്ക് കീഴ്പ്പെടട്ടെ. ദൈവം വച്ചിരിക്കുന്ന എല്ലാ ആത്മീയ ഭൗതികമായ വച്ചിരിക്കുന്ന എല്ലാവിധമായ അധികാരങ്ങൾക്കും ജനം കീഴ്പ്പെടുവാൻ, ദൈവജനം കീഴ്പ്പെടുവാൻ, അതിനനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയാണ്. അസ്തന റഗദേ വൈഡ റഗൽഖന ദീബാബാബാബ അന്തൽ കടക ശിഖാമനകടകസി. യേശുവിനെ പോലെ ആയിത്തീരുവാൻ ഒരുവൻ യേശു നടന്നതുപോലെ നടക്കേണ്ടെന്ന് ബൈബിൾ പറയുമ്പോൾ യേശുവിനെ പോലെ സമ്പൂർണ്ണമായി ആയിത്തീരുവാൻ മനസ്സുകൾ രൂപാന്തരപ്പെടട്ടെ, മനസ്സുകൾ പുതുക്കി പണിയുവാൻ തക്കവണ്ണം ഈ നിമിഷം തന്നെ വചനത്തിൻ്റെ ശക്തി ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം പുത്രന്റെ നാമത്തിൽ പിതാവായ സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങത് ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഓരോ വ്യക്തികളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെട്ട് പൂർണ്ണ അനുസരണമുള്ളവരായി, പൂർണ്ണ കീഴ്പ്പെട്ടവരായി, പൂർണ്ണ വിധേയത്വമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ നിമിഷം കർത്താവ് തന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഈ കേൾക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ശബ്ദ പരിധിയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് ഒരു പ്രത്യേകമായ ദൈവശക്തി ഇറങ്ങി വന്ന് കറണ്ടടിക്കുന്നത് പോലെയും തീ പോലെയും മഴ പോലെയും ഇറങ്ങി വരുന്ന അഗ്നിനാവുകൾ പോലെ ഇറങ്ങി വരുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തി, ആ ഉണർവിൻ്റെ അഗ്നി ഇപ്പോൾ തന്നെ ജനത്തിന് മേൽ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ, വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ, സഭകളിലേക്ക് ഇറങ്ങട്ടെ. ഉണർവിൻ്റെ അഗ്നി ഇറങ്ങട്ടെ. എവിടെയൊക്കെ അസ്ഥി കൂമ്പാരമായി കിടക്കുന്നു അവിടെയെല്ലാം വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും ശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങി വന്നു. അതൊരു ജീവനുള്ള സൈന്യമായി മാറി ഈ ഭൂമിയിൽ അതിനെ അടക്കി ഭരിച്ചു അധീനമാക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയും ദൈവ സമാധാനം, ദൈവിക സന്തോഷം എല്ലാവരും അനുഭവിച്ച് ദൈവ അനുഗ്രഹത്തിൽ വളർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ്വതും യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.